ഇത് ഹൂബ്ലി ബ്രിഡ്ജാണ് കാണുന്നത്. ഇത് പുതിയ ബ്രിഡ്ജാണ്, അധികം നാളായില്ല ഇത് പണിതിട്ട്. അതായത് ഹൗറ ബ്രിഡ്ജിൻ്റെ പാരലായിട്ട് പണിത. ദൂരെ കാണുന്ന ഹൗറ ബ്രിഡ്ജ് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു. കൽക്കട്ടയിലെ നഗരക്കാഴ്ചയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് അവിടുത്തെ കാളിപൂജ, ദുർഗാപൂജ. ഇതൊക്കെ കഴിഞ്ഞ മാസങ്ങളിൽ കഴിഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ ഈ വിശേഷപ്പെട്ട ഒരു പൂജയുടെ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. അതും ദർശിക്കുവാൻ സാധിക്കുമെന്ന് ഭാഗ്യമുണ്ടായി. കൽക്കട്ടയിലെ സോൾട്ട് ലേക്ക് എന്ന പ്രധാനപ്പെട്ട ഏരിയയ്ക്ക് അടുത്തുള്ള ഒരു ബിൽഡിങ്ങിലാണ്, അല്ലെങ്കിൽ താമസ സ്ഥലമാണ് ഇവരുടെ, അതായത് മകൾ പൂജയുടെ വരൻ ദീപാഞ്ജൻ്റെ വീട് എന്ന് പറയുന്നത്. അവർ വർഷങ്ങളായി 30 വർഷമായി അവിടെ താമസിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് അവരുടെയൊക്കെ വില്ലേജിലേക്ക്. ഏകദേശം 2-3 മണിക്കൂർ യാത്രയാണ്. ഞങ്ങൾ കേരളത്തിലെ നാട്ടിൽ നിന്ന് യാത്ര തിരിച്ചവർ കൂടാതെ അവരുടെ വീട്ടുകാരുമുണ്ട്. ദീപാഞ്ജൻ്റെ അച്ഛൻ, അമ്മ, അവരുടെ പല ബന്ധുക്കളും ഒക്കെ ഉണ്ട്. കൂട്ടത്തിൽ അടുത്ത വേറൊരു വണ്ടിയിൽ അവരും യാത്രയാകുകയാണ് അങ്ങോട്ട്. പോകുന്ന വഴിക്ക് കണ്ട പ്രശസ്തമായ ഹൂബ്ലി പാലമാണ് ഇത്, ബ്രിഡ്ജാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പുതിയ പാലം നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു. അതിന് മുമ്പ് പാരലായിട്ട് അങ്ങേ അറ്റത്ത് ദൂരെ നമുക്ക് കാണാം ഹൗറ ബ്രിഡ്ജ്. അതിൽ കൂടി ഇപ്പോൾ യാത്രകൾ ഇല്ല, മറ്റ് വാഹനങ്ങൾ പോകുന്നില്ല എന്നാണ് അറിയുന്നത്. അത് പഴമയുടെ ഒരു പ്രതീകമായി അവിടെ നിലകൊള്ളുന്നു. ഈ പാലം തന്നെ വളരെ ഭംഗിയായി നിർമ്മിച്ചിരിക്കുന്നു. അങ്ങനെ അതിലൂടെ കടന്ന് ഞങ്ങൾ ആസ്വദിച്ച് യാത്ര ചെയ്യുകയാണ് ഈ പാലത്തിലൂടെ. ഇതിൻ്റെ ഹൂഗ്ലി നദി എന്ന് പറയുമ്പോൾ ഇത് ഗംഗാ നദിയായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത്. ഗംഗാ നദിയുടെ കടന്നു വരുന്ന ഭാഗം തന്നെയാണിത്. അപ്പോൾ അങ്ങനെ പുണ്യനദിയായ ഗംഗാ നദിയുടെ മുകളിലൂടെ പോകാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. എന്തായാലും വളരെ പ്രതീക്ഷയോടെ പൂർവാധികം ഭംഗിയായിട്ടുള്ള കാഴ്ചകൾ മുന്നിൽ, അല്ലെങ്കിൽ കൽക്കട്ടയുടെ പുതിയ മുഖങ്ങൾ കണ്ടുകൊണ്ടുള്ള യാത്ര തുടരുകയാണ്. മുന്നോട്ട് കാണുക വീഡിയോ. 1992 നിർമ്മിക്കപ്പെട്ട ഈ പാലം ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തോളം ദൈർഘ്യമുണ്ട്. ഈ പാലത്തിന് നീളം കൂടുതലൊക്കെ ആയിട്ട് നമുക്ക് തോന്നും, കാരണം വണ്ടി പാസ് ചെയ്ത് പോകുമ്പം അങ്ങനെ തോന്നി. അതിൽ കൂടുതൽ ഞങ്ങൾ തോന്നിച്ചു. പക്ഷേ 1 കിലോമീറ്ററിനകത്താണ് ഇതിൻ്റെ ദൂരം. അപ്പം ഈ പാലത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, വിദ്യാസാഗർ സേതു എന്ന പേരാണ് ഈ പാലത്തിന് കൊടുത്തിരിക്കുന്നത്. ഏതായാലും മുമ്പ് പറഞ്ഞ പോലെ ഇത് ഗംഗാ നദിയുടെ കൈവഴി തന്നെയാണ്. അവിടവും കടന്ന് ഗ്രാമവഴികൾ പിന്നിട്ട് ഗാവിലെത്തി അവരുടെ വില്ലേജിൽ. സാധാരണ നോർത്ത് ഇന്ത്യൻ നഗരങ്ങളിൽ, മുംബൈ ഉൾപ്പെടെ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ കാണുന്ന കാഴ്ചയാണ്. അവർ ഡാൻസ് ചെയ്ത് അത്യധികം ആർത്തുല്ലസിച്ച് അവരെ വരവേൽക്കുകയാണ്. അത് കാറിൽ നിന്ന് അവർ ഇറങ്ങാതെ രാത്രി സമയമായതുകൊണ്ട് കുറച്ച് ദൂരം നടക്കേണ്ടത് തോന്നുന്നു. അവിടെ തന്നെ ഇരിക്കുകയാണ്. എന്തായാലും ഞങ്ങളെല്ലാം പുറകിൽ തന്നെ ബാക്ക് സീറ്റിലുണ്ട്. അപ്പം അവിടേക്ക് എടുക്കാറായി. ഏകദേശം അവരുടെ വീട്ടിലേക്ക്, അവരുടെ വില്ലേജിലെ വീട്ടിലേക്ക് ഞങ്ങൾ അതിന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവിടെ എത്തിച്ചേർന്നതിന് ശേഷം സ്വീകരണ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം ഒരു ജനാവലി തന്നെ അവിടെ എത്തിയിട്ടുണ്ട്.
അപ്പം അവിടുത്തെ സാധാരണ നടക്കുന്ന വിവാഹങ്ങളിൽ വില്ലേജിലെ ആ ഒരു ഗ്രാമത്തിലെ മിക്ക ആൾക്കാരും എല്ലാവരും തന്നെ വന്നിരിക്കും അതിൽ പങ്കെടുക്കാനെന്നാണ് അറിയുന്നത്. അത് 2 ദിവസം കഴിഞ്ഞാണ്. അതിന് മുമ്പേ തന്നെ രാത്രിയിൽ തന്നെ ഇത്രയും ആൾക്കാർ ഇവിടെ തിങ്ങിക്കൂടിയിരിക്കുന്നു കാഴ്ച കാണുവാനായിട്ട്. അപ്പോൾ ഈ ചടങ്ങുകളൊക്കെ കണ്ടവരെ സ്വീകരിക്കുന്ന ചടങ്ങുകളെന്നൊക്കെ പറഞ്ഞാൽ വളരെ നീളം കൂടിയ ചടങ്ങുകളാണ്. അതിന് പല രസകരമായ കാര്യങ്ങളും അതിൻ്റെ പിന്നിലുണ്ട്. എന്തായാലും അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ മുന്നോട്ട്. വരൻ്റെ പെങ്ങളാണ് അത് വധുവിനെ കൈപിടിച്ചു കൊണ്ടുവരുന്ന ചടങ്ങ്. ഇത് വരൻ്റെ അമ്മയാണ്, ദീപാഞ്ജൻ്റെ അമ്മയാണ്. മുന്നോട്ട് അത് ഒരു താരത്തിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഇനി ചടങ്ങുകൾ മുന്നോട്ട് കാണുക.
ഈ ചടങ്ങുകളൊക്കെ നടക്കുന്നത് ഇവരുടെ 3 നിലയിലുള്ള വലിയ ഒരു വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് ഇപ്പോൾ കയറി വന്ന ഈ ചടങ്ങുകളൊക്കെ നടക്കുന്നത്. അത് പഴയ ഏകദേശം 1972 ഉണ്ടാക്കിയ വീടായിട്ടാണ് പറയുന്നത്. വരൻ ദീപാഞ്ജൻ്റെ അടുത്ത ബന്ധുക്കളാണ് അടുത്തൊക്കെ തന്നെ നിൽക്കുന്നത്. അവർ ജ്യേഷ്ഠൻ അനിയന്മാർ തന്നെ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ അനിയന്മാർ തന്നെ, ജ്യേഷ്ഠന്മാരില്ല കൂടുതലും അനുജന്മാരായിട്ടാണ് അവർ തന്നെ. ഒരു ഫാമിലിയിൽ അവർക്ക് ഏകദേശം 8-9 ആൾക്കാരുണ്ടെന്നാണ് അറിയുന്നത്. എന്തായാലും എല്ലാവരെയും പരിചയപ്പെട്ടു വരാം. മറ്റ് ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരുടെ ഷൂട്ടിങ്ങൊക്കെ അവിടെ നടക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. അപ്പോൾ എനിക്ക് അതിനിട കിട്ടുന്നില്ല കൃത്യമായിട്ട് അത് വീഡിയോയിലാക്കുവാൻ. ഇപ്പോൾ നടക്കുന്ന രസകരമായ ഒരു ചടങ്ങെന്ന് പറഞ്ഞാൽ, ആങ്ങളയുടെ വിവാഹത്തിന് പെങ്ങൾ സ്വീകരിച്ച് കൊണ്ടുപോകുമ്പോൾ പണം കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട് ആങ്ങള. അതിനുവേണ്ടി അവർക്ക് ബാർഗെയിൻ ചെയ്യാൻ സാധിക്കും. അത് എത്ര പണമാണ് കിട്ടുന്നതെന്നുള്ളതാണ് അവിടെയുള്ള ഒരു തർക്കം. അത് വളരെ രസകരമായ ഡയലോഗുകളിലൂടെയാണ് അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ വരൻ കൊടുക്കുന്ന ആ പണത്തിൻ്റെ തുക കനം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും. അതിപ്പോൾ നടക്കാൻ പോവുകയാണ്. മുന്നോട്ട് വീഡിയോ കാണുക. ആ ചടങ്ങിലും വളരെ ആദരവുപൂർവ്വം പണം കുഴിഞ്ഞ് ഇട്ട് കൊടുക്കുന്ന ആ ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. ഇനി അടുത്തത് മുന്നോട്ട് കയറി വീടിൻ്റെ പടിവാതിക്കൽ വെച്ചിരിക്കുന്ന അലങ്കരിച്ച പൂക്കളിൽ നടുക്കൂടി കടന്നു വരുന്നതിന് തൊട്ട് മുമ്പ് അവിടെ ഒരു പാത്രത്തിൽ ഇലയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ചവിട്ടി തന്നെ അത് മുന്നോട്ട് വരിക എന്നുള്ള ചടങ്ങാണ്. बस एबार बाय
থালাটা ধরে নিতে হবে। तुम्हें नहीं पूजा हाँ मासी के नाम से पूजा है बहुत पूजा है आंटी आंटी ഇനി മുറികളിലേക്ക് കയറി അല്ലെങ്കിൽ മുറികളിൽ കയറി അവിടേക്ക് ഭക്ഷണം ഒക്കെ കഴിക്കുക, ഫ്രഷാകുക എന്നൊക്കെ ഉള്ളതാണ് അടുത്തത്. ഇന്ന് രാത്രി ചടങ്ങുകളൊക്കെ അവസാനിക്കും ഏറെക്കുറെ. നാളെ വീണ്ടും പ്രഭാതത്തിൽ ഫോട്ടോഷൂട്ടോ വീഡിയോ ഷൂട്ടോ ഒക്കെ ഉണ്ടാകാം. ഒരുപക്ഷെ അങ്ങനെ മറ്റു വീഡിയോകളും കാണാൻ മുന്നോട്ട് നിങ്ങൾക്കെല്ലാവർക്കും. ഇത് അദ്ദേഹത്തിൻ്റെ, അതായത് ദീപാഞ്ജൻ്റെ അമ്മയാണ്, മരിച്ചുപോയി. ദീപാഞ്ജൻ്റെ അപ്പൂപ്പൻ, അദ്ദേഹം മരിച്ചിട്ട് ഏകദേശം 85 വയസ്സിലാണ് മരിച്ചത്, വർഷങ്ങൾക്ക് മുമ്പ്. മറ്റുള്ള വീഡിയോയുമായി വരാം നാളെ വീണ്ടും. അതുവരേക്കും ഗുഡ് ബൈ.